ഇന്ന് നമ്മൾ ടാരോയോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ജോലിയും ജീവിതവും രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം, അതിന് എന്ത് ഗൈഡൻസ് ആണ് ടാരോ തരുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാൻ. നമ്മുടെ വർക്ക് ലൈഫും ജീവിതവും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. ആദ്യമായി നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങളോട് പറയുന്നത് കൺഫ്യൂഷനുകൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മളുടെ അന്തരാത്മാവിനോട് അല്പം ഒന്ന് ശാന്തമായിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയോ സ്വസ്ഥമായിരിക്കുകയോ സൈലന്റ് ആയിരിക്കുകയോ ചെയ്തുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്ന് അങ്ങനെ ഒരു ക്രോസ് റോഡിലെത്തുമ്പോൾ ചെയ്യേണ്ടത് ഇതാണ്. രണ്ടാമതായി കിട്ടിയിരിക്കുന്നത് 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത്. നമുക്ക് പ്രോഗ്രസ് ലഭിക്കുന്നതിന് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വർക്കും നമ്മുടെ ജീവിതവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കണം. വളരെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. ഓരോ ദിവസവും രാവിലെ എണീറ്റ് വൈകിട്ട് ഉറങ്ങുന്നത് വരെയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. അതിൽ അപ്രകാരം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 75% കാര്യങ്ങളെങ്കിലും നടക്കും. അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കും എന്നുള്ളത് നടന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറയുക. തീർച്ചയായും അത് നടക്കും. അപ്പോൾ നമുക്കതിനനുസരിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോകാനും സാധിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രകാരം വിജയം കൈവരിക്കാനും സാധിക്കും. അടുത്തത് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവരെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. നല്ല പ്ലാനിങ് വേണം, നല്ല കോർഡിനേഷൻ വേണം. തമ്മിൽ വീട്ടിലായാലും അതെ ജോലി സ്ഥലത്തായാലും അതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക. ഇമോഷണലും അതുപോലെ പ്രാക്ടിക്കൽ ലൈഫും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ട് പോവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കിങ് ഓഫ് സോഴ്സിന്റെ എനർജിയിൽ അതാണ്. കിങ് ഓഫ് സോഴ്സ് അങ്ങനെയാണ്. വൈകാരികത കുറച്ച് കുറവാണ്. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനാണ് കിങ് ഓഫ് സോഴ്സ് നമ്മളോട് പറയുന്നത്. പ്രതിബന്ധങ്ങൾ നിങ്ങൾക്ക് വെട്ടിമാറ്റാനുള്ള ശക്തി നിങ്ങളിൽ തന്നെയുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അത് വീട്ടിലായാലും അതെ ജോലി സ്ഥലത്തായാലും അതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജിയിൽ എത്തിപ്പെടാൻ തീർച്ചയായും സാധിക്കും. അതിനുവേണ്ടി മുൻപ് പറഞ്ഞതുപോലെയുള്ള ആക്ഷനുകൾ എടുക്കുക, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. കൺഫ്യൂഷൻ വരുമ്പോൾ സ്വന്തം അന്തരാത്മാവിനോട് തന്നെ ചോദിക്കുക എന്ത് വേണമെന്നുള്ളത്. താങ്ക് യു.